എനിക്കും ആ അഭിപ്രായം തന്നെയുള്ളത്. കാരണം മലബാർ മേഖലയിൽ KSRTC ബസ് വളരെ കുറവാണ് താരതമ്യേന. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ തെക്കൻ ജില്ലകളിൽ KSRTC ബസ് ഓടുന്നത് പോലെ ഓർഡിനറി ആയാലും ടൗൺ ടു ടൗൺ ആയാലും കേരളത്തിൽ അങ്ങോട്ട് വടക്കൻ മലബാറിൽ കാസർഗോഡ് കണ്ണൂർ ടൗൺ ബസ്സൊക്കെ ഉണ്ട്. ടൗൺ ടു ടൗൺ ബസ് ഉണ്ട്, ഓർഡിനറി ഉണ്ട്, സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഉണ്ടെങ്കിൽ പോലും തെക്കൻ ജില്ലകളിൽ ഓടുന്നതിൻ്റെ നമ്പർ അനുസരിച്ച് വടക്കൻ ജില്ലകളിൽ ഇല്ല എന്നുള്ളത് എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അത് അങ്ങനെയാണെങ്കിൽ അതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ടൈമിംഗ് ഇല്ല എന്നാണെങ്കിൽ അത് വളരെ നല്ല കാര്യം. അത് അവർക്ക് തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് അതൊരു വലിയ പക്ഷേ ആ തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് ഈ ആനുകൂല്യം ചിലപ്പോൾ ഒരു പ്രതിമാസം 2500 അല്ലെങ്കിൽ 3000 രൂപ കിട്ടുമായിരിക്കും, 2000 കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ കിട്ടുന്ന പല രൂപത്തിലായിരിക്കും. ചിലർക്ക് 500 ആയിരിക്കും, ചിലർക്ക് 1000 ആയിരിക്കും, കിട്ടട്ടെ. പക്ഷേ ഒരു വരുമാനമില്ലാത്ത നമ്മുടെ സഹോദരിമാരുടെ കാര്യത്തിൽ 2 മാസമായിട്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരണം കേരളത്തിലെ സ്ത്രീകളിൽ നിന്ന്. ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒക്ടോബർ മാസത്തിന് ശേഷം മാർച്ച് വരെ കിട്ടിയിരുന്ന ആ സ്ത്രീ സുരക്ഷാ പെൻഷൻ കിട്ടാത്തതിനെ സംബന്ധിച്ചുള്ള പ്രതിഷേധം വളരെ ശക്തമായിട്ട് ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ടീച്ചറെ, പൈസ ബജറ്റിൽ മാറ്റി വെച്ചു എന്ന് പറയുമ്പോഴും പൈസ ശരിക്കും ഖജനാവിൽ ആകെ 5000-6000 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. അത് തന്നെ പലതിനും മുടക്കം വന്നിരിക്കുകയായിരുന്നു LDF സർക്കാർ പോകുമ്പോൾ. അതായത് വലിയ തോതിൽ അത് 15000-20000 രൂപയുടെ മുടക്കം ഉണ്ടായിരുന്നു പല സ്ഥാപനങ്ങൾക്ക് നൽകാൻ. അങ്ങനെയാണ് പോയത്. ഈ ബജറ്റ് മാറ്റി വെച്ചത് കൊണ്ട് മാത്രം ആയില്ലല്ലോ. ഇപ്പോൾ GST ഇനത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടി തുക നിങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടാവും, ഞാനും വായിച്ചു ഇല്ലേ. കഴിഞ്ഞ വർഷത്തേക്കാൾ കിട്ടിയതിൻ്റെ ഇരട്ടി തുക എത്ര കോടി രൂപയാണ്? 14000 കോടി രൂപയോ മറ്റോ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അത് ഓരോ ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ് സൂക്ഷിച്ചു വെക്കുന്ന തുകയെക്കുറിച്ചാണ്. ഒരു 10 പൈസ ഇല്ല എന്നുള്ളതല്ല. അത് നമ്മുടെ UDF ഗവൺമെൻറ് തന്നെ, ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, അത് ശരിയാണെന്ന് പറഞ്ഞു. ആ തുക ബാക്കിയുണ്ട്, ഒന്നും ബാക്കി വെക്കാതെ അല്ല LDF ഗവൺമെൻറ് പോയിട്ടുള്ളത്. അത് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു, അത് തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും പറഞ്ഞു. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ടത് എന്താ? അത്രയും തുക ബാക്കി വെച്ചല്ലോ അല്ലേ, ആ തുക ബാക്കി വെച്ചിട്ടാണല്ലോ പോയത്. ഇനി ഇപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ ഗവൺമെൻറ്റിൻ്റെ ഖജനാവിലേക്ക് നല്ല ഒരു എമൗണ്ട് നികുതി ഇനത്തിൽ വന്നിട്ടുണ്ടെന്നുള്ള വാർത്ത നമ്മൾ കേട്ടു. അപ്പോൾ ഇതൊക്കെ കാണാണ്ടാണോ? ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ കഴിഞ്ഞ ഒക്ടോബർ മാസം സ്ത്രീ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നുണ്ടെന്നുള്ളത് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അത് രാഷ്ട്രീയം നോക്കിയിട്ട് കൊടുക്കുന്നതല്ല, അത് UDF പ്രവർത്തകരായിട്ടുള്ളവരുടെ വീടുകളിലും കിട്ടുന്നുണ്ടാവും. ഒരു നല്ല പദ്ധതി, ഒരു പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷാ പദ്ധതി, അതിനിങ്ങനെ പാരവെക്കുന്ന പടി പാടില്ല. അങ്ങനെ വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ, ഇത് അവസാനിപ്പിക്കാം എന്നുള്ള ഉദ്ദേശമാണ് ഗവൺമെൻറ് ഉള്ളതെങ്കിൽ അത് നല്ലതിനല്ല. എന്ന് മാത്രമല്ല, അത് തുടരണം എന്ന് ശക്തമായ ഭാഷയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. അതിൽ ഈ 2 മാസമായിട്ട് ഇങ്ങനെ കൊടുക്കാത്തതിൽ അവർ കാത്ത് നിൽക്കുകയാണ് സഹോദരിമാർ. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഞാൻ ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എൻ്റെ പ്രതിഷേധം ഇവിടെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധം. ഇത് തകർക്കാനാണ്, ഈ പദ്ധതി തകർക്കാനാണ് ശ്രമമെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വരും. ടീച്ചറെ, ഈ ബസ്സിൽ സൗജന്യ യാത്ര നടക്കുന്ന സമയത്ത് ഇപ്പോഴും നമുക്ക് കേരളത്തിൻ്റെ ഘടന നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൗജന്യ യാത്ര കിട്ടാത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വലിയൊരു സമൂഹമുള്ളത് മലബാറിലാണ്. കാരണം ഈ ഓർഡിനറി സർവീസുകൾ ഏറ്റവും കുറവാണ്. അതിൽ കഴിഞ്ഞ 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്ന സമയത്തുണ്ടായിരുന്ന സർക്കാരിനും അതിനു മുന്നത്തെ സർക്കാരുകൾക്കും എല്ലാ കാലത്തും ആ വിവേചനം അതുപോലെ കാട്ടിയിട്ടുണ്ട്. കാരണം പ്രൈവറ്റ് മേഖല ഒരു ദിവസം പണിമുടക്കുക സ്തംഭിക്കുന്ന നിലയിൽ മലബാർ ഇപ്പോഴും പോകുന്നു. അതിൽ LDFനും പങ്കുണ്ട്. ഇപ്പോൾ കിട്ടുന്ന ആനുകൂല്യം മലബാറിലേക്ക് എത്താത്തതിൽ LDFന് കൃത്യമായ പങ്കുണ്ടെന്ന് വിലയിരുത്തുന്നത്. എനിക്കും ആ അഭിപ്രായം തന്നെയുള്ളത്. കാരണം മലബാർ മേഖലയിൽ KSRTC ബസ് വളരെ കുറവാണ് താരതമ്യേന. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ തെക്കൻ ജില്ലകളിൽ KSRTC ബസ് ഓടുന്നത് പോലെ ഓർഡിനറി ആയാലും ടൗൺ ടു ടൗൺ ആയാലും കേരളത്തിൽ അങ്ങോട്ട് വടക്കൻ മലബാറിൽ കാസർഗോഡ് കണ്ണൂർ ടൗൺ ബസ്സൊക്കെ ഉണ്ട്. ടൗൺ ടു ടൗൺ ബസ് ഉണ്ട്, ഓർഡിനറി ഉണ്ട്, സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഉണ്ടെങ്കിൽ പോലും തെക്കൻ ജില്ലകളിൽ ഓടുന്നതിൻ്റെ നമ്പർ അനുസരിച്ച് വടക്കൻ ജില്ലകളിൽ ഇല്ല എന്നുള്ളത് എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഇതിന് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എൻ്റെയൊക്കെ വീടിൻ്റെ പ്രദേശത്തുകൂടി ഒരിക്കലും KSRTC ബസ് ഓടുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറേ കൊല്ലമായിട്ട് ഞങ്ങളുടെ ഒരു ഗ്രാമമാണ്. അല്ല, സാധാരണ
ഓർഡിനറി. അല്ല, ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്ക് വളരെ വിരലിൽ എണ്ണാവുന്ന സർവീസേ ഉള്ളൂ എന്നുള്ളതാണ്. ഞാനത് സമ്മതിച്ചു. ഈ ഓർഡിനറി ആയാലും കുറച്ചേ ഉള്ളൂ, ടൗൺ ടു ടൗൺ ആയാലും ഉള്ളൂ, സൂപ്പർ ഫാസ്റ്റ് ആയാലും നമ്പർ കുറവാണെന്നുള്ളത് വസ്തുത. ഇതിൽ KSRTCയുടെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ ഗവൺമെൻറ്റിൽ ഉള്ള സമയത്ത് തന്നെ ചർച്ച ചെയ്തൊരു വിഷയമാണ് വിദ്യാഭ്യാസം. ആശുപത്രി, സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ എണ്ണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജ്, ഇതൊക്കെ ഏറ്റവും അധികം കുറവുള്ള മേഖലയാണ് മലബാർ. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പിന്നീട് അന്നത്തെ LDF ഗവൺമെൻറ് തീരുമാനിച്ചു, ഒരു മണ്ഡലത്തിൽ ഒരു ഗവൺമെൻറ് കോളേജെങ്കിലും ഇല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ ഗവൺമെൻറ് കോളേജ് അനുവദിക്കും. അങ്ങനെയാണ് കേരളത്തിൽ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഓരോ ഗവൺമെൻറ് കോളേജ് ഉണ്ടായത്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ പറഞ്ഞു, ഓരോ മണ്ഡലത്തിലും ഒരു ഗവൺമെന്റ് കോളേജ്, ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ഗവൺമെന്റ് കോളേജ് അനുവദിക്കുകയുണ്ടായി. അല്ല, അത് അങ്ങനെ വന്ന കോളേജ് എന്ന് പറയുന്നത് അതിന്റെ സബ്മിഷൻ കൊടുത്ത അബ്ദുറഹിമാൻ നണ്ടത്താണിയാണ്. അത്തരം ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ളത് കൊടുത്തത് അബ്ദുറഹിമാൻ നണ്ടത്താണി MLA ആണ്, താന്നൂർ MLA അന്നത്തെ കാലത്ത്. കാരണം 2015 ആ കോളേജുകൾ വരുന്നത്. ആ കോളേജിന്റെ അങ്ങനത്തെ ഒരു കോളേജിന്റെ ഫസ്റ്റ് ബാച്ച് പഠിച്ച ആളും കൂടിയാണ് ഞാൻ. അതുകൊണ്ടാണ് അത് പറയുന്നത്. അതാണ് പറഞ്ഞത്. ഞാൻ തൃക്കരിപ്പൂര് കളേരിയിലുള്ള ഗവൺമെൻറ് കോളേജ് സതീശൻ MLA ആയപ്പോൾ ഞാൻ ഉള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു നിവേദനം, അദ്ദേഹം അവതരിപ്പിച്ച ഒരു സബ്മിഷൻ ഞാൻ ഓർക്കുകയാണ്. കേരളത്തിൽ വടക്കൻ മലബാറിലുള്ള എല്ലാ MLA മാരും അവരവരുടെ മണ്ഡലത്തിലെ ഈ ഒരു പിന്നോക്കാവസ്ഥ അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടത്താണിയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ മലപ്പുറംകാരനായതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു, ഞങ്ങളുടെ ഭാഗത്തുള്ളവരെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. അത് ഒരാൾക്ക് ഉള്ള ഒരു പ്രത്യേകത ആയിട്ട് കണക്കാക്കണ്ട, അല്ലെങ്കിൽ അവരുടേതായ ഒരു എന്തോ മേന്മയായിട്ടല്ല ഞാൻ കാണുന്നത്. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ വടക്കൻ മലബാറിലുള്ള എല്ലാ MLA മാരും കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടായിട്ട് മലബാറിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾ, അത് ഞാൻ പറഞ്ഞു, സർക്കാർ ആശുപത്രി ഉൾപ്പെടെ ഡോക്ടർമാരുടെ എണ്ണം, അധ്യാപകരുടെ, ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഒരു പിന്നോക്കം. പക്ഷെ അത് പരിഹരിച്ചു വരുന്നുണ്ട്. പത്മകുമാറിന്റെ കാര്യത്തിലെ ഈ പത്തനംതിട്ടയിൽ പത്മകുമാറിനെ സസ്പെൻഷനാണ് നടത്തിയത്. സസ്പെൻഷൻ പോരാ എന്ന അഭിപ്രായം പൊതുവിൽ ഉയർന്നിട്ടുള്ളതാണ്. അദ്ദേഹം ചില ഭീഷണി ഉയർത്തിയിരുന്നു, എന്നെ എന്തെങ്കിലും നടപടി സ്വീകരിച്ച